ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ഫുഡ് ഫെസ്റ്റിവൽ കാണാൻ പോയതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മളൊരു വൈകുന്നേരം ഒരു 7 മണി സമയത്താണ് പോയത് കേട്ടോ. അപ്പം നമ്മൾ വീടൊക്കെ പൂട്ടി നമ്മൾ 4 പേരും കൂടെ ഇറങ്ങി. അപ്പം നല്ല തണുപ്പുമായിരുന്നു. നമ്മൾ ആ 7 മണി ആയതുകൊണ്ട് നല്ല മഞ്ഞൊക്കെ ഉള്ള ഒരു ടൈമിലായതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 4 പേരും മാത്രമല്ല പോകുന്നത്, നമ്മുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കാറുമായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ റോഡിലോട്ട് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അവർ വന്നു. നമ്മൾ യാത്ര പുറപ്പെട്ടു. ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നിടത്തേക്ക് ഒരു 15 കിലോമീറ്ററോളം ട്രാവലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ബ്ലോക്കും ആയിരുന്നു വഴിയൊക്കെ. അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. പിന്നെ വർക്കിംഗ് ഡേ ആയാലും അല്ലേലും നല്ല തിരക്കാണ്. വർക്കിംഗ് ഡേയിലാകുമ്പോൾ കൂടുതൽ തിരക്ക്. അപ്പോൾ അവരെ അറിയാമല്ലോ, നമ്മുടെ ലിറ്റിൽ വിങ്സ് ചാനലിലെ ആളാണ്. അപ്പം ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം 2 പേരിവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം BSFിലുള്ളവരാ. അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ആൾക്കാർ തന്നെ BSFുകാരാ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഇത് കാണിച്ചു തരാൻ കാര്യം, ഞങ്ങൾ കാറിനകത്ത് ഇരുന്നതിനെ പറഞ്ഞു തണുക്കുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ വിചാരിച്ചു ഒന്നെടുത്ത് വീഡിയോയിലിട്ടേക്കാം എന്ന്. നല്ല തണുപ്പത്ത് ഒരു ഡ്യൂട്ടി കണ്ടുകൊണ്ട് ഞാൻ എടുത്തതാട്ടോ, ജസ്റ്റ് ഒന്ന് വീഡിയോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നു കേട്ടോ. നമ്മളിപ്പോൾ പോയത് ഡൽഹിയിൽ ബാബ കരസിംഗ് മാർഗിലാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ നല്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. തണുപ്പത്ത് തിരക്കില്ല എന്ന് പറഞ്ഞ് ചെന്നതാണ്, പക്ഷേ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഏതായാലും 9-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു, 16-ാം തീയതി വരെ ആയിരുന്നു ഫുഡ് ഫെസ്റ്റിവൽ. നമ്മൾ ചെന്നത് 16-ാം തീയതിയാണ്. അവിടെ ചെന്നപ്പോഴാണ് ട്വിസ്റ്റ്. നമ്മൾ 11 മണി വരെ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ചെന്നത്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു 9 മണി വരെ ഉള്ളൂ. നമ്മൾ ചെന്നത് 8:30. അപ്പം ഏകദേശം ഒരു അരമണിക്കൂറേ ഉള്ളായിരുന്നു നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈം കേട്ടോ. അപ്പം അവിടെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് കാര്യം പിടിയിട്ട് നമുക്ക് ഡിഷുകളെല്ലാം എല്ലാ സ്റ്റേറ്റിലെയും 24 സ്റ്റേറ്റിലെ ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ നമുക്ക് അത്രയും ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി, കാരണം അരമണിക്കൂറല്ലേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ പറ്റുന്ന പോലെ നോക്കാമെന്ന് കരുതി കേട്ടോ. ഇത് ഇന്ത്യയുടെ മാപ്പാണ്. അത് അവർ ധാന്യങ്ങൾ വെച്ച് അത് ചെയ്തേക്കുക കേട്ടോ. അതായത് പയറ്, അരി, കടല, പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ട് തന്നെ ചെയ്തത്. നല്ലത് ക്ലിയർ ആയിട്ട് അത് കിട്ടിയില്ല കേട്ടോ, അത്രയും ലൈറ്റ് ആയതുകൊണ്ട് കിട്ടിയില്ല. അവിടെ തന്നെ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ എല്ലാം ഒന്ന് സ്റ്റോളുകളൊക്കെ ഒന്ന് കയറി നോക്കി. പിന്നെ നമ്മളിത് വിഗ്രഹം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ, വിളക്ക്, വിഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് ഒരു സൈഡിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തുണിയുടെ ഐറ്റംസ്, ഡ്രസ്സുകളൊക്കെ അങ്ങനെയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇതാണ് ഇതിൻ്റെ പേരാണ് കച്ചോടി കേട്ടോ. രാജസ്ഥാനിലാണ് കച്ചോടി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനകത്ത് സോസ്, മധുരത്തിൻ്റെ ഒരു സോസും ഉണ്ട്, ഭയങ്കര എരിയുടെ ഒരു ചട്നിയും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഡിഷാണ്. പൊറോട്ടയും ബീഫ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ടേസ്റ്റ് ചെയ്തത് ഇവർ 4 പേരാണ്. കാരണം അവർ കഴിച്ച് വയറ് നിറച്ചു, നമ്മൾ കണ്ട് വയറ് നിറച്ചു എന്നതുപോലെ ആയിപ്പോയി. ഇവർ 4 പേരാണ് കേട്ടോ. ഓരോടത്തെയും വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവർ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ടൈമും ഇല്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെ അവർ കഴിച്ച് പിന്നെ അതിൽ നിന്നൊക്കെ കുറച്ച് ഇതാണ് ഇതിൻ്റെ പേരാണ് ലിറ്റി ചോക്ക എന്ന് പറയും കേട്ടോ. അതായത് ബീഹാറിലെ ഫുഡാണ്. ഇത് മോക്ക് ഇഷ്ടമാണ്. അവൾ അവിടെ ഇവിടുന്ന് പോയപ്പോഴേ പറഞ്ഞു എനിക്ക് ലിറ്റി ചോക്ക ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് കേട്ടോ. കാരണം അവൾ കഴിച്ചിട്ടുണ്ട്. അവളുടെ ഒരു ബീഹാറിലെ ഒരു ഫ്രണ്ടുണ്ട്, ആ മോള് കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവൾ കഴിച്ച് ടേസ്റ്റ് അറിഞ്ഞതാണ്. പിന്നെ അവൾക്ക് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. ഇത് 3 നമ്മൾ അവിടുന്ന് കഴിച്ചുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടുന്ന് പയ്യെ ഇറങ്ങി. കാരണം അപ്പോഴത്തേക്ക് ക്ലോസ് ആയി, സ്റ്റോളുകളെല്ലാം ക്ലോസ് ആക്കി തുടങ്ങി കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ അതുകൊണ്ട് തന്നെ ഇറങ്ങി, കാരണം നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. നമ്മൾ ഏകദേശം ഒരു 2-3 ഹോട്ടലിൽ പോയി കേട്ടോ. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു, കാരണം ഓഫീസ് വിട്ട് വരുന്ന ഒരു ടൈം. അതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ കയറിയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും അവസാനം ഞങ്ങളൊരു ഹോട്ടലിൽ ചെന്ന് കയറി. അങ്ങനെ നമ്മൾ ദോശയും വടയും ചട്നിയും സാമ്പാറും കഴിച്ചു.
എന്നിട്ട് നമ്മൾ തിരിച്ചു പോരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഏകദേശം ഒരു 10:30 മണി സമയമെങ്കിലും ആയി. അങ്ങനെ ഫുഡ് ഫെസ്റ്റിവലിന് പോയിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച ഒരവസ്ഥയായി പോയി കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.